കേരള മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ ഇന്ന് അതിഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗം, വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള ഒരു പ്രസംഗം ഇന്ന് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം നടത്തി. നടത്തിയതിന് ശേഷം ഏതാണ്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ PV അൻവർ ഈ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള മറ്റൊരു പത്രസമ്മേളനം കൂടി നടത്തി. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ശരിക്കും ഒന്ന് വിലയിരുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഈ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 8 കൊല്ലങ്ങൾ കൊണ്ട് ഈ പോലീസ് സേനയിലെ നിരവധി പുഴുക്കുത്തുകളെ അദ്ദേഹം ഒഴിവാക്കി. കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 108 പേരെ ഒഴിവാക്കി. അതായത് സൽപ്പേരിന് കളങ്കം വരുത്തുന്ന ആളുകളെ ഒഴിവാക്കും, അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് പറയുന്നത്. കൂടാതെ മനുഷ്യത്വവും അതുപോലെ തന്നെ നീതിയുമൊക്കെ ഉയർത്തിപ്പിടിക്കണം പോലീസുകാർ എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് സത്യസന്ധരായ പോലീസുകാർക്ക് കലവറയില്ലാത്ത പിന്തുണ നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് നമുക്ക് PV അൻവറിൻ്റെ തന്നെ വാക്കുകളെടുത്ത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കാരണം അദ്ദേഹം ഒരു ഭരണപക്ഷ MLA ആണല്ലോ, അല്ലാതെ പ്രതിപക്ഷമോ മറ്റാരെങ്കിലും BJPയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഒന്നും ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളല്ല. പിന്നെ അദ്ദേഹം പറയുന്നത് സൈബർ നമ്മുടെ വിവര സാങ്കേതിക വിദ്യയുടെ ഡെവലപ്മെൻറ്റിനനുസരിച്ച് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം മാറിയിട്ടുണ്ടെന്നും അപ്പോൾ അതിനുവേണ്ടി തന്നെ എറണാകുളത്തും കോഴിക്കോടും ഒക്കെ തന്നെ ഒരു സൈബർ ഡോമുകൾ നിലവിൽ വന്നിട്ടുണ്ടെന്നും പിന്നെ പോലീസിംഗ് രംഗത്ത് അദ്ദേഹം നടത്തിയ പരിഷ്കരണങ്ങളെക്കുറിച്ചാണ്. ഡ്രോണിൻ്റെയൊക്കെ ഒരു ഫോറൻസിക് ലാബ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഡ്രോണുകൾ സൃഷ്ടിക്കുന്ന നിരവധി ഭീഷണികളുണ്ട്, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫോറൻസിക് ലാബ് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഫോറൻസിക്കിന് വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ കേരള പോലീസ് തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ ജനകീയവൽക്കരിച്ചിട്ടുണ്ട് പോലീസിനെ. അത് കൂടാതെ ഇനി അദ്ദേഹം 8 കൊല്ലം കൊണ്ട് കൂടുതൽ ജനകീയവൽക്കരിച്ചു, പക്ഷേ ഇനിയും കൂടുതൽ ജനകീയവൽക്കരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. തമാശയല്ലാണ്ട് ഗൗരവത്തിലുള്ള കാര്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും അതുപോലെ നല്ല ഇടപെടൽ പോലീസുകാർ നടത്തിയെന്നും പിന്നെ പ്രളയത്തിലും അതുപോലെ തന്നെ നമ്മുടെ വയനാട് ദുരന്തമുഖത്തുമൊക്കെ സാന്ത്വനമേകാനും ഒക്കെ സാമൂഹ്യ പ്രതിബദ്ധത പ്രകടിപ്പിക്കാനും ഒക്കെ പോലീസുകാർ തയ്യാറായെന്നും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് CMDRFലേക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 70 ലക്ഷം രൂപ അവർ സംഭാവന കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് മാധ്യമപ്രവർത്തകരൊക്കെ വളരെ കരുത്തോടെ ഈ അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് പുതിയതായിട്ട് വന്നേക്കണ ചില ഡെവലപ്മെൻറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് PV അൻവറിൻ്റെ പത്രസമ്മേളനവും അതുവഴി ഉയർന്നിട്ടുള്ള ആരോപണങ്ങളും ഒക്കെ തന്നെയാണ്. അതാതിൻ്റെ മെറിറ്റിൽ അദ്ദേഹം പരിശോധിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ അതിൻ്റെ മെറിറ്റിൽ കൃത്യമായി പരിശോധിക്കും. ഈ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള മുഹമ്മദ് റിയാസും ഇത് തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അച്ചടക്ക ലംഘനം എന്നുള്ളത് വെച്ചുപൊറുപ്പിക്കില്ലെന്നും അച്ചടക്കം വളരെ പ്രധാനമാണെന്നും അച്ചടക്ക ലംഘനം നടത്തുന്നവരൊന്നും നിങ്ങൾ അനുകരിച്ചു പോകണ്ട എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ അറിയേണ്ടത് തൊട്ടടുത്ത് നമ്മുടെ ADGP ആയിട്ടുള്ള MR അജിത് കുമാർ, അദ്ദേഹത്തിന് നേരെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു ദാവൂദ് ഇബ്രാഹിം എന്നുള്ളത് നമ്മുടെ PV അൻവർ വിശേഷിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹവും വളരെ കോൺഫിഡൻ്റായി വളരെ ആത്മവിശ്വാസത്തോടുകൂടി അതിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇതിന് ശേഷം അദ്ദേഹവും അതിഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗം നടത്തിയിരുന്നു. അതായത് പോലീസിങ്ങിൽ വരുത്തേണ്ട നിരവധി മാറ്റങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റൈറ്റർ എന്ന് പറയുന്ന തസ്തിക തന്നെ മാറ്റണം, അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു തസ്തികയാക്കി മാറ്റണം, സ്റ്റാഫാക്കി മാറ്റണം. പിന്നെ അതിനുവേണ്ടി തന്നെ ഒരു കൃത്യമായിട്ട് ആളുകൾ വേണം, അല്ലാതെ വരുന്ന ഏതെങ്കിലും പോലീസുകാരിൽ നിന്നല്ല FIRും അതുപോലെ തന്നെ റൈറ്ററും GD എൻട്രിയൊക്കെ നടത്തേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യാൻ തന്നെ ഒരാളുകൾ വേണം എന്ന് പറഞ്ഞാൽ ഓഫീസിലെ വണ്ടികൾ, ബാക്കിയുള്ള സാധനങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനും അതിൻ്റെ രജിസ്റ്റർ സൂക്ഷിക്കുന്നതിനൊക്കെ ആളുകൾ വേണം. ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വേറൊരു ടീം വേണം. പിന്നെ ഒരാൾ മാത്രമായിട്ട് പട്രോളിങ്ങിന് പോകുന്നു. അത് സ്വാഭാവികമായിട്ടും ഒരു പ്രായമുള്ള ആളുകളെയാണ് നമ്മൾ പറഞ്ഞു വിടുന്നത്. അതിൽ പല പോലീസുകാരും കുത്തേറ്റ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ 3-4 പേരായിട്ട് പെട്രോളിങ്ങിന് പോകാത്തതാണ്. അതിൻ്റെയൊക്കെ കുറ്റം അദ്ദേഹത്തിന് കൂടിയുണ്ട്. കാരണം പോലീസ് സേനയിൽ ആളുകൾ കുറവാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ പിണറായി വിജയൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സംഘടന, ഈ പോലീസ് അസോസിയേഷൻ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും എന്നാണ് അദ്ദേഹം അതിഗംഭീരമായ ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. പ്രസംഗമൊക്കെ ഗംഭീരമായി, പക്ഷേ ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഇത് മുഴുവൻ തെറ്റാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ വരാപ്പുഴയിലുണ്ടായിട്ടുള്ള കസ്റ്റഡി മരണത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. അതിൽ ഉദ്യോഗസ്ഥരൊന്നും ശിക്ഷിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല, പ്രളയം സംഭവിച്ചപ്പോൾ അന്ന് എറണാകുളം SP ആയിരുന്ന ജോർജിനടക്കമുള്ള നിരവധി ആളുകളെ അദ്ദേഹം തിരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ 9-11 വയസ്സുള്ള പെൺകുട്ടികൾക്ക് നീതി കിട്ടിയില്ല. ഇനി ഇതൊക്കെ പോട്ടെ, വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീതി കിട്ടിയില്ല. പക്ഷേ ഇതൊന്നും പോലീസിൻ്റെ കുഴപ്പം കൊണ്ടാണ്
എന്ന് ഞാൻ പറയുന്നില്ല. പകരം നമ്മുടെ രാഷ്ട്രീയക്കാർ അവരുടെ പുറത്ത് ആധിപത്യം സ്ഥാപിക്കുന്നതിനെയാണ്. ഇനി ഇതൊക്കെ പോട്ടെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ PV അൻവറിൻ്റെ കുറച്ച് ആരോപണങ്ങളുണ്ട്. ഒന്ന്, സോളാർ കേസ് അട്ടിമറിച്ചത് നമ്മുടെ MR അജിത് കുമാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതായതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. പിന്നെ ഷാജൻ സ്കറിയുടെ കേസിൽ പോലീസ് കൈക്കൂലി മേടിച്ചുകൊണ്ട് കൃത്രിമത്വം കാണിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. കൂടാതെ ഈ പറയുന്ന PV അൻവർ തന്നെ പറയുന്നത് പല കേസുകളിലും, അതായത് ആസിഫ് കൊടുത്തിട്ടുള്ള ഒരു പരാതി, അതായത് ഈ PV അൻവർ VD സതീശനെതിരെ നിയമസഭക്കകത്ത് ഏതാണ്ട് ഒരു 150 കോടി രൂപയുടെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. അതായത് മീൻ വണ്ടിയിൽ കയറ്റിയിട്ട് മറ്റേ മീനൊക്കെ കൊണ്ടുവരുന്ന ഫ്രോസൺ ചെയ്തിട്ടുള്ള കണ്ടെയ്നർ അതുപോലെയുള്ള വണ്ടിയിൽ കയറ്റി 50 കോടി വീതം ചേറ്റുവ കടപ്പുറത്ത് കൊണ്ടുവന്ന് ഇറക്കിയിരുന്നു. പിന്നെ അത് VD സതീശൻ പങ്കിട്ടെടുത്തു എന്നും, പിന്നെ അതിനുശേഷം VD സതീശൻ തിരിച്ച് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി പണം നിക്ഷേപിച്ചു എന്നും, മാസാമാസം 2-3 ദിവസങ്ങൾ വീതം VD സതീശൻ അവിടെ പോകാറുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള വലിയ ആരോപണം ഉന്നയിച്ചു. അതൊക്കെ ഈ പണം മേടിച്ചത് മുഴുവൻ നിങ്ങൾ അറിയേണ്ടത് കേരയിൽ തകർക്കാനാണ്, കേരയിൽ പ്രോജക്റ്റ്. കാരണം കേരയിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് 11 ജില്ലകളും IT ഹബ്ബുകളായി മാറുമെന്നും, അങ്ങനെ IT ഹബ്ബുകളായി മാറുമ്പോൾ കേരളത്തിലെ 25 ലക്ഷത്തോളം വരുന്ന സാധാരണ വീട്ടമ്മമാരുണ്ട്. അവർ +2 അതുപോലെ +2 മുതൽ PG വരെയുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞവരാണ്. അപ്പോൾ അവരൊക്കെ തന്നെ ഇപ്പോൾ ബാംഗ്ലൂരോ ചെന്നൈയിലോ ഹൈദരാബാദോ ഒക്കെ പോയി വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് IT ഇൻഡസ്ട്രിയിലേക്ക് പോകാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ഈ കേരളത്തിൽ ഇങ്ങനെ ജോലിക്ക് വന്നാൽ നമ്മുടെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ IT ഇൻഫ്രാസ്ട്രക്ചർ ലെൻഡിങ് ബിസിനസ്സൊക്കെ നടത്തുന്ന നമ്മുടെ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയൊക്കെ കമ്പനികൾക്ക് വലിയ പണിയാകുമെന്നും, അവർ കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നും, അപ്പോൾ അവരും KC വേണുഗോപാലുമായിട്ട് ചർച്ച ചെയ്താണ് ഈ ഇത്തരത്തിലുള്ളൊരു ഡീലുണ്ടാക്കിയതെന്നും, അപ്പോൾ അതുകൊണ്ട് തന്നെ VD സതീശനാണ് ആ ദൗത്യം ഏൽപ്പിച്ചതെന്നും ഒക്കെ പറഞ്ഞിരുന്നു. തൃക്കാക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 കോടി രൂപ ഇതുപോലെ തന്നെ VD സതീശൻ കൈപ്പറ്റി എന്നൊക്കെ പറയുന്ന ഒരു കഥ അദ്ദേഹം പറഞ്ഞിരുന്നത്. കഥയാണോ അല്ലേ നമുക്കറിയില്ല, എന്തായാലും തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൂടാതെ നിയമസഭക്കകത്താണെങ്കിൽ ഒരു സൗകര്യമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ആരോപണമൊക്കെ നമുക്ക് ഉന്നയിക്കാം, മാനനഷ്ട കേസൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിയമസഭയ്ക്ക് പുറത്ത് ഉന്നയിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതും PV അൻവർ ഉന്നയിച്ച് കേട്ടില്ല. എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ, അതിപ്പോൾ പ്രതിപക്ഷത്തിനെതിരെയുള്ള ആരോപണമാണ്, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പറയുന്ന ഭരണപക്ഷത്തിനെതിരെ തന്നെ അദ്ദേഹം അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ഉണ്ട്. മറ്റു കൂടാതെ അദ്ദേഹം വളരെ വിശദമായി ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഈ പോലീസിൻ്റെ ഒരു കാര്യക്ഷമതയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ റിദാൻ ഫാസിൽ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം തലക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടു എടവണ്ണ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. അത് ഏതാണ്ട് 1.5 കൊല്ലം മുമ്പുണ്ടായ ഒരു കേസാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഈ മരിച്ച റിയാദിൻ്റെ ഭാര്യയും കുടുംബവും ഒക്കെ പറയുന്നത് ഇത് കേസിൽ പിടിക്കപ്പെട്ട പ്രതി എന്ന് പറയുന്നത് ഷാൻ എന്ന് പറയുന്ന ഒരാളാണ്. ഈ ഷാൻ എന്ന് പറയുന്നത് റിദാൻ ഫാസിലിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് ചായ കുടിച്ച് അവരൊരു റെൻ്റേ കാർ എടുത്തിരുന്നു. അത് തിരിച്ചു കൊടുക്കാനൊക്കെ പോകുമ്പോഴാണ് റിദാൻ ഫാസിൽ പറയുന്നത് എനിക്ക് മറ്റു ചില ഫ്രണ്ട്സിനെ കാണാണ്ട് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയത്. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഷാൻ പ്രതിയാക്കപ്പെട്ടത്. ഈ റിദാൻ ഫാസിലിൻ്റെ ഭാര്യയും അതുപോലെ ബന്ധുക്കളും എല്ലാം പറയുന്നത് ഷാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നാണ്. കൂടാതെ ഷാൻ എന്ന് പറയുന്ന ഈ പ്രതിയുടെ കുടുംബവും പറയുന്നത് റിദാൻ ഫാസിലിനോട് ഒരിക്കലും ഷാൻ അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യില്ല എന്നാണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മുടെ MLA ആയിട്ടുള്ള PV അൻവർ പറയുന്നത്. ഇതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഈ ഷാൻ എന്ന് പറയുന്ന ഒരാളെ പോലീസ് പിടിച്ചു കൊണ്ടുപോവുകയും 3.5 ദിവസം പീഡിപ്പിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഒരു കുറ്റസമ്മതം നടത്താൻ തീരുമാനിച്ചു. ആ കുറ്റസമ്മതം എന്താണെന്ന് അറിയേണ്ടത്, അതായത് റിദാൻ ഫാസിലിൻ്റെ ഭാര്യയും ഷാനുമായിട്ടൊരു അവിഹിത ബന്ധമുണ്ടെന്നും അങ്ങനെ ഹിതകരമല്ലാത്തൊരു ബന്ധമുണ്ടെന്നും അത് സമ്മതിക്കണമെന്നും അതിൻ്റെ പുറത്താണ് കൊല നടത്തിയത് എന്നും പറയണമെന്ന് നമ്മുടെ പോലീസുകാർ ആവശ്യപ്പെട്ടു എന്നാണ് PV അൻവർ MLA പറയുന്നത്. ഇത് തന്നെ ഈ പോലീസുകാർ ഈ റിദാൻ ഫാസിലിൻ്റെ ഭാര്യയോടും വളരെ മോശമായിട്ടാണ് പെരുമാറിയെന്നും ഭാര്യയെ കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയിപ്പിക്കാൻ ശ്രമിച്ചു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും നടന്നില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം കരിപ്പൂരിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ റിദാൻ ഫാസിലിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നും ആ റിദാൻ ഫാസിലിൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്നുള്ളത് ചില പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നുവെന്നും, അപ്പോൾ അതുകൊണ്ട് പോലീസുകാർ തന്നെയാണ് ഈ കൊലക്ക് പിന്നിൽ എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ PV അൻവർ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം കൂടി പറയുന്നുണ്ട്.
ഈ 3.5 ദിവസം കൊണ്ട് ഷാനിൻ്റെ വീടും അതുപോലെ സ്ഥലങ്ങളും എല്ലാം അരിച്ചു പെറുക്കിയിട്ടുള്ള പോലീസ്, ആ അരിച്ചു പെറുക്കിയിട്ട് അവിടെ നിന്നൊന്നും കണ്ടെത്താൻ പറ്റാതിരുന്ന പോലീസ് പിന്നെ വീട്ടിൽ നിന്ന് തോക്ക് റിക്കവർ ചെയ്തു. ആ റിക്കവർ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഷാനുമായി ഇവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടെയൊക്കെ നടക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ റൂമിൽ കയറിയിട്ട് കട്ടിലിനടിയിൽ നിന്ന് ഒരു സാധനം കാലുകൊണ്ട് തട്ടുമ്പോൾ ഉടനെ തന്നെ തോക്ക് അവിടെ കിട്ടുന്നു. ഒരു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ടുള്ള തോക്ക് കിട്ടുന്നു. അങ്ങനെയാണ് തോക്ക് റിക്കവറി ചെയ്തത്. ഇനി മറ്റൊരു കാര്യം കൂടി PV അൻവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റിദാൻ ഫാസിലിൻ്റെ കയ്യിൽ 2 ഫോണുകളുണ്ടായിരുന്നു. ആ ഫോണുകൾ ഈ ഷാൻ കൈവശപ്പെടുത്തിയെന്നും അത് ചാലിയാർ പുഴയിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നുമാണ് ഷാൻ പോലീസിന് കൊടുത്തേക്കണ മൊഴി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കൂബ ഡൈവേഴ്സും അവരൊക്കെ വന്ന് അത് കുറേ നേരം മുങ്ങിത്തപ്പുകയും അതൊന്നും കിട്ടിയില്ല. യഥാർത്ഥത്തിൽ പോലീസ് തന്നെ ഈ കള്ളക്കഥ ഉണ്ടാക്കി ഷാനിനെ അറസ്റ്റ് ചെയ്യുകയും അവനോട് ഈ കുറ്റമേൽക്കാൻ പറയുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് കൃത്യമായി നമ്മുടെ പ്രിയപ്പെട്ട PV അൻവർ എന്ന് പറയുന്ന ഭരണപക്ഷത്തെ പിണറായിക്കൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട MLA തന്നെ നമ്മളോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഫോണുകൾ 2ഉം റിക്കവറി ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ പിറകിലുള്ള കള്ളത്തരം യഥാർത്ഥത്തിൽ വെളിവാകുമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ കൊലക്ക് പിന്നിൽ പോലീസ് തന്നെയാണെന്നാണ്. എനിക്ക് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഖാവിനോട് പറയാനുള്ളൊരു കാര്യം, മുഖ്യമന്ത്രിയോട് പറയാനുള്ളൊരു കാര്യം, താങ്കൾ കുറച്ചു നേരം മുമ്പ് ഞാൻ നടത്തിയുള്ള പ്രസംഗം അത് ഗംഭീര പ്രസംഗമായിരുന്നു, വളരെ കൃത്യമായി പ്രിസൈസായ പ്രസംഗമായിരുന്നു. പക്ഷേ ആ പ്രസംഗം ഈ നാട്ടിലെ സാധാരണക്കാരായ ആരും വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, താങ്കളുടെ കൂട്ടത്തിലുള്ള PV അൻവർ എന്ന് പറയുന്ന ഒരു MLA പോലും വിശ്വസിക്കുന്നില്ലെന്നും, അതുകൂടാതെ താങ്കൾ ഈ പ്രസംഗം നടത്തി ഏതാണ്ട് 3-4 മിനിറ്റുകൾക്കകം തന്നെ PV അൻവർ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് താങ്കളുടെ പ്രസംഗത്തെ തന്നെ പൊളിച്ചു എന്നുള്ളതും താങ്കൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഇത് ജനത്തിന് ബോധ്യമാകുന്ന രീതിയിൽ ഭരിക്കുക കൂടി വേണം. അല്ലാതെ വാചകമടി കൊണ്ട് മാത്രം ഇത് ആളുകളെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല എന്ന് പിണറായി വിജയൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം.